പണ്ട് 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 ഒരു ചെങ്ങായിക്ക് കോളറ ബാധിച്ചു. പക്ഷെ അയാൾ അത് അറിയാതെ ഒരു പുഴക്കരയിൽ പോയി കാര്യം സാധിച്ചു. അതിലുണ്ടായിരുന്ന ബാക്ടീരിയ വെള്ളത്തിലൂടെ ഒഴുകിപ്പോയി. ഒരു ഗ്രാമവാസി അതറിയാതെ പുഴയിൽ നിന്ന് വെള്ളം എടുത്തോണ്ട് പോയി. കാര്യം സാധിച്ചതിന് ശേഷം ആ ചെങ്ങായി കൈ പോലും കഴുകിയില്ല. അയാൾ പരിചയക്കാർക്കൊക്കെ കൈ കൊടുത്ത് സലാം പറഞ്ഞു. പോരാത്തതിന് ഒരു കുട്ടിക്ക് അവന്റെ പന്ത് എടുത്തു കൊടുക്കുകയും ചെയ്തു. ഇതോടെ ആ ബാക്ടീരിയ നാട് മുഴുവൻ പരന്നു. ഇതിനിടെ ഈച്ചകൾ കാര്യം സാധിച്ച സ്ഥലത്ത് പോയി സമ്മേളനം നടത്തി. എന്നിട്ട് അവറ്റകളും ഓരോ വീടുകളിലും പോയി ഭക്ഷണത്തിൽ പോയിരുന്നു. കുടിക്കാനായി ഗ്രാമവാസികൾ പുഴയിലെ വൃത്തികെട്ട വെള്ളം കുടിക്കുകയും ബാക്ടീരിയ നിറഞ്ഞ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഇതോടെ ആ ബാക്ടീരിയ അവരുടെ ശരീരത്തിലേക്ക് കയറി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഛർദിയും വയറിളക്കവും തുടങ്ങി. അങ്ങനെ ഒരു വീട്ടിലെ ഒരു പെൺകുട്ടിയുടെ അച്ഛനും ഈ അസുഖം വന്നു. അവന്റെ അമ്മ വേഗം പോയി ഡോക്ടറെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. പോകുന്ന വഴിയിൽ കുട്ടി പലരും അവശരായി വീഴുന്നതാണ് കണ്ടത്. ഡോക്ടറെ കൊണ്ടുവന്നതോടെ ഇത് കോളറയാണെന്ന് തിരിച്ചറിഞ്ഞു. ഡോക്ടർ കുട്ടിയുടെ സഹായത്തോടെ കുടിക്കുന്ന വെള്ളം ആദ്യം തിളപ്പിച്ചു. ആ കീടാണുക്കളൊക്കെ ചാവാനായി. എന്നിട്ട് ഡോക്ടർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂണ് ഉപ്പും 6 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് അച്ഛന് കുടിക്കാനായി കൊടുത്തു. ഇതോടെ രോഗലക്ഷണങ്ങൾ കുറച്ചു നേരത്തേക്ക് കുറഞ്ഞു. പക്ഷെ ഗ്രാമത്തിലെ മറ്റു രോഗികളെയും സഹായിക്കണമെന്ന് കുട്ടി തീരുമാനിച്ചു. അതിനായി അവൻ ഈ മരുന്നുകൾ ഉണ്ടാക്കി ഗ്രാമത്തിൽ എല്ലാവർക്കും കൊടുത്തു.